11-ാമത്തെ വാക്യത്തിൽ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ യഹോവ ഉണ്ടായിരുന്നില്ല. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിൽ യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. വലിയ കൊടുങ്കാറ്റിലും വലിയ തീയിലും ഒക്കെയാണ് യഹോവയുള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ ഭൂകമ്പത്തിലൊക്കെ യഹോവയുള്ളതെന്ന് ചിന്തിക്കും. പക്ഷേ ശരിക്കും യഹോവയെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ അതൊരു മൃദുസ്വരമാണ്. ആ മൃദുസ്വരം ഏലിയാവിന് കേൾക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? അവൻ ബാക്കി ശബ്ദങ്ങൾക്കെല്ലാം അവൻ്റെ കാതടച്ചതുകൊണ്ടാണ്. വലിയ കാറ്റടിച്ചപ്പോൾ കാറ്റിൻ്റെ പുറകെ അവൻ പോയില്ല. ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിൻ്റെ പുറകെ പോയില്ല. തീ കണ്ടപ്പോൾ കർമ്മേലിൽ തീയിലാണല്ലോ അവൻ ഉത്തരവള്ളിയത്, തീയിലേക്ക് അവൻ നോക്കിയില്ല, ചാടിയില്ല. അവനവിടെ നിന്നു, ആ പാറയുടെ പിളർപ്പിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മൃദുസ്വരം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അത് മൃദുസ്വരമാണ്. അത് മൃദുസ്വരമാണെങ്കിൽ മറ്റെല്ലാ ശബ്ദങ്ങൾക്കും നേരെ നമ്മൾ കാതടയ്ക്കണം. എന്നാലേ പലപ്പോഴും അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടാൻസാനിയയിൽ ഒത്തിരി മസായികളുണ്ട്. അവരെല്ലാം ഈ ആട്ടിടയന്മാരാണ്. നമ്മുടെ ഈ വേദപുസ്തകത്തിലെ ആട്ടിടയന്മാരുടെ സ്റ്റോറി പറഞ്ഞതുള്ള നിലയിലാണ് അവരുടെ ആട്ടിടയന്മാർ ആടുകളെ വളർത്തുന്നത്. എല്ലാത്തിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ഈ പേരിട്ടിട്ട് ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓടി വരും. പക്ഷേ പലപ്പോഴും ഇത് തീറ്റി തിന്നാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ, ഇപ്പം ഒരു ആടിൻ്റെ പേര് മേരി എന്നാണെന്ന് വെക്കുക. മേരി എന്ന് ഇടയൻ വിളിച്ചാൽ പെട്ടെന്ന് ഈ ആടിൻ്റെ ചെവി രണ്ടും ഇങ്ങനെ അത് വല്ലതും തിന്നോണ്ടിരിക്കുക, ചെവി രണ്ടും ഇങ്ങനെ കൂർത്തു വരുന്നത് കാണാം. എന്നറിയാമോ? അത് മറ്റ് ശബ്ദത്തിനെല്ലാം കാതടയ്ക്കുകയാണ്. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ മേരി എന്ന് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടമായത് നേരെ ഇടയൻ്റെ അടുത്ത് നിൽക്കും. പക്ഷേ ആ ശബ്ദം തിരിച്ചറിയാൻ അതിന് കഴിഞ്ഞത് അത് കാത് കൂർപ്പിച്ചത് കൊണ്ടാണ്. അതായത് മറ്റ് ശബ്ദങ്ങൾക്കെല്ലാം നേരെ അത് കാതടച്ചു. ഇതുപോലെ മറ്റ് ശബ്ദങ്ങളുടെ നേരെ കാതടയ്ക്കുമ്പോഴാണ് മൃദുസ്വരം നമ്മൾ കേൾക്കുന്നത്. എ സ്റ്റിൽ സ്മോൾ വോയിസ്. ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അത്രേ പറ്റുള്ളൂ. കാര്യം കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് കർത്താവ് തന്നെ പറയണം. വേറെ പല കാര്യങ്ങൾക്ക് നേരെ കാത് തുറന്നു വെച്ചാൽ കർത്താവ് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം കേൾക്കാനുള്ള വഴി അവൻ്റെ അടുത്ത് ചേർന്ന് ചെല്ലുക. അവൻ പറയുന്ന ശബ്ദം എത്ര ചെറിയ ശബ്ദമാണെങ്കിലും അത് കേൾക്കാനായിട്ട് നമ്മൾ അവനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാകണം. ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങൾക്കും നേരെയും നമ്മൾ കാതടയ്ക്കണം. അപ്പോൾ നമുക്ക് ദൈവ ഇഷ്ടം, അവൻ്റെ ശബ്ദം കേട്ടാണ് അവൻ്റെ ഇഷ്ടം അറിയുന്നത്. അവൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം, ഇപ്പം എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണല്ലോ നമ്മുടെ തുടക്കം. അത് ഞാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അത് നമുക്കറിയാമല്ലോ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. കർത്താവിൻ്റെ ഇഷ്ടം അത് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ അറിയണം, അത് ചെയ്യണം. ചെയ്യുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അടുത്ത് ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ചിലപ്പോൾ നമ്മൾ പറയും, അത് ഞാൻ കുറച്ചു നേരമൊക്കെ നോക്കിയിരുന്നു, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല, വേറെ പല ശബ്ദവും കേട്ടെ. വേറെ പല ശബ്ദം എന്ന് പറയുന്നത് നമ്മളിപ്പം വണ്ടിയിൽ ഓണടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നതിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം അറിയാൻ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ ദൈവശബ്ദം കേൾക്കുക. എന്നാൽ സിമ്പിളായിട്ട് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മോശയോട് ദൈവം സംസാരിച്ചു, നമ്മളോടും ദൈവം സംസാരിക്കും. അതിന് വ്യത്യാസമൊന്നുമില്ല, നമ്മളത് കേൾക്കണം. പക്ഷേ എപ്പോഴും നമുക്ക് മോശയുടെ കാര്യം പറഞ്ഞതുപോലെ പോയിരുന്ന് ദൈവം ഇങ്ങനെ നമ്മുടെ മാനുഷിക ശബ്ദം പോലുള്ള ശബ്ദം, മകനെ 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 എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുമെന്ന് ചിന്തിക്കേണ്ട. അതിൻ്റെ ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ദൈവ ഇഷ്ടം അറിയാൻ ദൈവം
ദൈവ ഇഷ്ടം കുറിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ അറിയണം. അതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തത് കർത്താവിൻ്റെ ഇഷ്ടവും കർത്താവിൻ്റെ വചനവും എന്ന്. കർത്താവിൻ്റെ ഇഷ്ടവും കർത്താവിൻ്റെ വചനവും. കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. അതറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കാം. 40-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. നോക്ക്, ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആകാശത്തുനിന്ന് ശബ്ദമൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവ ഇഷ്ടം അറിയാനായിട്ട് കഴിയും. സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചിലപ്പോൾ ദൈവം സംസാരിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ നോർമലി നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്ന് അറിയുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അവിടെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അതായത് വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യം സങ്കീർത്തനക്കാരൻ വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ പുറമേ ഉള്ള ചില കാര്യങ്ങൾ, റിലീജിയസ് ഒബ്സർവൻസസ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു ഇതൊക്കെ ആയിരിക്കും ദൈവ ഇഷ്ടമെന്ന്. ഹനനയാഗം, ഹോമയാഗം, ഭോജനയാഗം, ഹോമയാഗം, പാപയാഗം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഹോമയാഗം കഴിക്കണം, ഹനനയാഗം കഴിക്കണം. പഴയ നിയമത്തിൽ പലപ്പോഴും അത്രയൊക്കെ ആൾക്കാർ ചിന്തിച്ചുള്ളൂ. ഹോമയാഗം കഴിക്കണം, പാപയാഗം കഴിക്കണം, അല്ലെങ്കിൽ ഭോജനയാഗം കഴിക്കണം, ഹനനയാഗം കഴിക്കണം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന നിലയിൽ ആദ്യം പുസ്തകം വായിച്ചപ്പം ഈ സങ്കീർത്തനക്കാരൻ്റെയും മനസ്സിൽ ആദ്യം വന്നത് ഇതൊക്കെയാണ്. എന്നാൽ സങ്കീർത്തനക്കാരനോട് ദൈവം പറഞ്ഞു, എടാ ഇതൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം. യാഗമൊന്നും അല്ലേ? യാഗമൊക്കെ ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ കർത്താവ് പറയാണ് 7-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു. അതായത് ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഈ വാക്യങ്ങൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു വരുമ്പോൾ ചില വാക്യങ്ങൾ മുകളിലും താഴെയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ വാക്യം ഇങ്ങനെയാണ്: ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഇത് പറഞ്ഞിട്ടാണ് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. മനസ്സിലായോ എൻ്റെ ഡിഫറൻസ്? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഹനനയാഗവും ഭോജനയാഗവും ഹോമയാഗവും പാപയാഗവും ഒക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ നീ എൻ്റെ ചെവി ഒന്ന് തുളച്ചു. വചനം വായിച്ചപ്പോൾ നീ എൻ്റെ ചെവി തുളച്ചു. യു പിയേഴ്സ്ഡ് മൈ ഇയേഴ്സ്. എൻ്റെ ചെവികളെ നീ തുളച്ചു. ചെവികളെ തുളച്ചു കഴിഞ്ഞപ്പോൾ വചനം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ, ആദ്യം വായിച്ചപ്പോൾ കണ്ടത് ഹനനയാഗവും ഭോജനയാഗവും പാപയാഗവും ഹോമയാഗവും ഒക്കെയാണ്. അതൊക്കെ അരച്ച് കലക്കി കുടിച്ച വ്യക്തികളാണ്. അതൊക്കെ ഇങ്ങനെയുള്ള റിലീജിയസ് ഒബ്സർവൻസസ്. ഇന്നിപ്പം വചനജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള യാഗങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, കാലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി, കമ്പ്യൂട്ടറിനകത്ത് എത്ര 3 ആറുണ്ട്, അതുകൊണ്ട് അത് 666 ഇതൊക്കെ പറയുന്നത് ആ വചനമെന്നാ നമ്മളെ ചിന്ത. അതൊക്കെ പഠിക്കുന്നു, അയ്യോ എന്തൊരു ജ്ഞാനമായെന്നൊക്കെ പറയും. പക്ഷെ എന്നെ പ്രശ്നം എന്നറിയാമോ? ചെവി തുളഞ്ഞിട്ടില്ല. ചെവി തുളയുമ്പോൾ ഇത് ഉള്ളിലേക്ക് കടക്കുകയാണ്. യു പിയേഴ്സ് മൈ ഇയേഴ്സ്. ചെവി തുളച്ച ഇത് അകത്ത് കടന്നപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഞാൻ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു.
ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ വചനം നമ്മൾ പറയുന്നത് പോലെയുള്ള യാഗങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ വായിച്ച് പഠിച്ചേച്ച് വീട്ടിൽ പോയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ഇത് ചെവികളെ തുളച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എപ്പോഴാ? ഇത് അകത്ത് ചെന്നപ്പോഴാ എന്നെക്കുറിച്ചാ എഴുതിയിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പുസ്തകം വായിക്കണം, യാഗങ്ങളെക്കുറിച്ച് വായിക്കണം, ഞാനും വായിക്കും, ലേവ്യ പുസ്തകമൊക്കെ വായിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വായന റിലീജിയസ് ഒബ്സർവൻസസ്, മതപരമായ ചടങ്ങുകളിൽ കുരുങ്ങിപ്പോകരുത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഒറ്റ വായനയിൽ നമ്മൾ വായിക്കുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കത്തുള്ളൂ. സ്വാഭാവികമാണ്. കഥകളായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കഥകളുണ്ട്, പക്ഷേ ആ കഥകൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയും. ഒറ്റ വായനയിൽ ഇത് ദാവീദിന്റെയും ശിംശോന്റെയും മോശയുടെയും ഒക്കെ കഥകളാണ് നമ്മൾ വായിക്കുന്നത്. അതൊക്കെ വായിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് അതറിയണമെങ്കിൽ ഈ പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കയറണം, ചെവികളെ തുളയ്ക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഹൃദയം തുറക്കപ്പെടണം. ഹൃദയം തുറക്കപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇത് എന്നെക്കുറിച്ചാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോഴാണ് ദൈവ ഇഷ്ടം വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം കഥകൾക്കപ്പുറത്ത്. കഥകൾ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നെഹമ്യാവിനെ കുറിച്ച് ഒരാഴ്ച 4 ദിവസമോ 5 ദിവസമോ മറ്റോ ക്ലാസ് എടുത്തു. 5 ഡേയ്സോ മറ്റോ ആയിരുന്നു. അപ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പം അതിന് ക്ലാസ് അവിടെ ഉണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞപ്പം അവനോട് ചോദിച്ചു, എന്തോ പ്രസംഗിക്കുന്നേ? ഞാൻ പറഞ്ഞു നെഹമ്യാവിനെ കുറിച്ച്. അപ്പോൾ അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചൂടാകുക. ഇങ്ങനെ പറഞ്ഞു, എന്തുവാ നെഹമ്യാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു? ഞാൻ പറഞ്ഞു, അല്ലയോ? ആണോ? നെഹമ്യാവിനെ കുറിച്ച് കേൾക്കാനാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴല്ല ഞാൻ മനസ്സിലാക്കിയത് അത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഈ പ്രസംഗം നെഹമ്യാവിനെ കുറിച്ചല്ല, പക്ഷെ ഞാൻ പറഞ്ഞതല്ല നെഹമ്യാവിനെ കുറിച്ചാ. പക്ഷെ ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നെഹമ്യാവിനെ കുറിച്ച് മാത്രമല്ല, അതതിൻ്റെ കഥയാണ്, പക്ഷെ ഇത് എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിരുവചനത്തിന്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചു. പക്ഷെ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്, ഹിതം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ദൈവഹിതം ഞാൻ അറിയുന്നത്. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ച് ആണ് എന്നറിയണമെങ്കിൽ തലയിലിരിക്കുന്ന വചനം ഉള്ളിലേക്കൊന്ന് കയറണം, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ദൈവാത്മാവ് ദൈവവചനത്തിലൂടെ എൻ്റെ ആത്മാവിനോട് സംസാരിക്കും. ദൈവവചനം വായിക്കുമ്പോൾ പറയും, ഇറ്റ്സ് അബൌട്ട് യു, നിന്നെക്കുറിച്ചാണ് എന്ന് പറയുന്നതായ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മൾ ആ നിലയിൽ വചനം വായിക്കുന്നുണ്ടോ? എന്നെക്കുറിച്ചാണ് എന്നുള്ള അവസ്ഥ. ഞാൻ ആഫ്രിക്കയിലൊക്കെ വചനം വായിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വചന വായനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു റീഡ് ദ ബൈബിൾ. വചനം വായിക്കണം. അത് നോർമൽ വായനയാണ്, അതെല്ലാവരും വായിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. ഇതിനകത്തൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. റീഡ് ദ ബൈബിൾ. പക്ഷേ ആദ്യത്തെ വായനയിൽ ഇത് നമ്മുടെ തലയിലേക്കാണ് കയറുന്നത്. വെൻ യു റീഡ് ദ ബൈബിൾ ഇറ്റ് കംസ് ടു യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് അത് കയറുന്നു. അത് വേണം, അതതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ കഥകളൊക്കെ നമ്മൾ വായിക്കണം. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വായിക്കണം. ആദ്യത്തെ ഒരു ദിവസം വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് തലയിലോട്ടായിരിക്കും കയറുന്നത്. പക്ഷേ അവിടെ നിൽക്കരുത്. റീഡിങ് ദ ബൈബിൾ. അടുത്തത് മെഡിറ്റേറ്റിംഗ് ദ സ്ക്രിപ്ചർ. വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കണം. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, വചനം ധ്യാനിക്കുമ്പോൾ അത് തലയിലേക്കല്ല കയറുന്നത്, അത് ഹൃദയത്തിലേക്കാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. മറ്റേത് ബുദ്ധിയിലാണ്, ഹൃദയത്തിലേക്ക് വചനം ധ്യാനിക്കുക. അത് നടക്കുന്നത്
വചനം വായിക്കുന്ന അല്ലെങ്കിൽ വേദോസം വായിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷേ ദൈവാത്മാവിന് നമ്മളെ തന്നെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു വചനം വായിക്കുന്നതാണ്. അതിനാണ് മെഡിറ്റേഷൻ. പ്രാർത്ഥിച്ചുകൊണ്ട്, വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് വചനം വായിക്കുകയല്ല, വചനം വായിച്ച് ധ്യാനിക്കുക. മെഡിറ്റേഷൻ. പ്രാർത്ഥനയോട് ദൈവമേ എന്താ നീ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച് അപ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതാണ് ധ്യാനം. വചന വായന എന്ന് പറയുന്നത് തലയിലേക്കാണ് കയറുന്നതെങ്കിൽ വചന ധ്യാനം തലയിൽ കയറും. പക്ഷെ തലയിലേക്കല്ല, പ്രത്യുത നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്തേക്ക്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിക്കണം, വായിച്ചാൽ മാത്രം പോരാ, ധ്യാനിക്കണം.